ക്യാപിറ്റൽ ഗെയിൻസ് അധികം കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഒരു അതാണ് ഞാൻ ആദ്യം സിന്ധു നമ്മൾ സംസാരിച്ചു നമ്മൾ കഴിഞ്ഞ 20 കൊല്ലം നല്ല റിട്ടേൺ ആയിരുന്നു. ഗോയിങ് ഫോർവേഡ് ഇറ്റ് മേ നോട്ട് ബി വാട്ട് വി സോ. ഒരു വീട് വാങ്ങിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ആൾക്കാർ കാണുന്ന ഒരു പ്രവണത നമ്മുടെ ചുറ്റിനും കാണുന്ന കമ്മ്യൂണിറ്റിയിൽ 5 വീട് 10 വീട് 15 വീട് ഇങ്ങനെ പോവുകയാണ്. അതിനെക്കുറിച്ച് അതൊരു വർത്ത് ആയിട്ടുള്ളൊരു ഡിസിഷനാണോ ഇനി ഇപ്പം മുന്നോട്ട്? 65 ആയി കഴിയുമ്പോഴത്തേക്ക് ന്യൂസിലൻഡിലുള്ള എല്ലാ സിറ്റിസൺസിനും പെർമനൻറ്റ് റെസിഡൻസും ക്വാളിഫൈ ആകുന്നവർക്ക് ഗവൺമെൻറ് ഓൺ എ ഫോർട്ട്നൈറ്റ്ലി ബേസിസ് NZ സൂപ്പർ തരും. അത് എല്ലാം യൂഷ്വലി അവർ നമ്മൾ ആവറേജ് വേജിനോട് അവർ ഇക്വേറ്റ് ചെയ്യും. പിന്നെ CPI ഇൻഡെക്സ് അനുസരിച്ച് അത് എല്ലാ കൊല്ലവും അവർ കൂട്ടിക്കൊണ്ടിരിക്കും. അതെന്നിട്ട് നമുക്ക് റെഗുലറായിട്ട് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്, വിച്ച് ഇസ് എ ഗിവൺ ബെനിഫിറ്റ്. നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം FM-ൻ്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇവിടെ ന്യൂസിലൻഡിൽ മലയാളിയായ സംരംഭക സുമിത പോളാണ്. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറായ സുമി അധീന വെൽത്ത് എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്, മാസ്റ്റർ മൈൻഡാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സുമിയെ ഈ ഷോയിലേക്ക്. വളരെ സന്തോഷം ഇങ്ങനെ വന്ന് സിന്ധുവിനോട് സംസാരിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. താങ്ക്സ് അഗൈൻ. താങ്ക് യു. സുമിത പോൾ, അടുപ്പം കൊണ്ട് ഞാൻ സുമിയെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ തന്നെ വിളിക്കാം അല്ലേ? അതെ. സുമിയെ ഗസ്റ്റായിട്ട് എൻ്റെ ഈ ഷോയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഓർക്കാപ്പുറത്തുനിന്നൊരു പഴയ മലയാളം മൂവിയുണ്ട്. അതിൽ ജോലി ഇല്ലാതിരിക്കുന്ന മോഹൻലാൽ നെടുമുടിയോട് പറയുന്നുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്തിരിക്കാനെന്ന്. ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ പറഞ്ഞു ചിരിക്കാറുണ്ട്, കഷ്ടപ്പെട്ട ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് റിട്ടയർമെൻറ്റിന് ശേഷം സൂപ്പർ ആനുവേഷൻ കിട്ടിയിട്ട് വേണം ഒന്ന് ജീവിതം അടിച്ചു പൊളിക്കാനെന്ന്. എന്താണ് സുമി ഈ സൂപ്പർ ആനുവേഷൻ എന്ന് സാധാരണക്കാരായി ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാമോ? ഡെഫിനറ്റ്ലി. സൂപ്പർ ആനുവേഷൻ എന്നുള്ള വാക്ക് നമ്മൾ പല കൺട്രീസിലും കേൾക്കും. നമ്മൾ ഓസ്ട്രേലിയയിൽ വളരെ കേൾക്കാറുണ്ട്, നമ്മൾ ന്യൂസിലൻഡിൽ NZ സൂപ്പർ എന്ന് കേൾക്കാറുണ്ട്, US UK ഒക്കെ ഉണ്ട്. സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആഫ്റ്റർ യു ഫിനിഷ് വർക്ക് and you've retired, or sometimes at a set age. ചിലപ്പം UK ചിലപ്പോൾ 55 തൊട്ട് തുടങ്ങുന്നുണ്ട്, പല രാജ്യങ്ങളിൽ 60-65 ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ സേവ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് ബെനിഫിറ്റ് ആയിരിക്കും, അത് നമുക്ക് ഒരു സെറ്റ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങും. അതാണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ന്യൂസിലൻഡിലെ സൂപ്പർ ആനുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ഇഫ് യു ആർ എ സിറ്റിസൺ or you've been a permanent resident and you've lived here, നമ്മൾ 20 കൊല്ലം അങ്ങനെ ഒരു ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. 65 ആകുന്നതിന് മുമ്പ് ഒരു 5 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടാകണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 65 ആയി കഴിയുമ്പോഴത്തേക്ക് ന്യൂസിലൻഡിലുള്ള എല്ലാ സിറ്റിസൺസിനും പെർമനൻറ്റ് റെസിഡൻസും ക്വാളിഫൈ ആകുന്നവർക്ക് ഗവൺമെൻറ് ഓൺ എ ഫോർട്ട്നൈറ്റ്ലി ബേസിസ് NZ സൂപ്പർ തരും. അത് എല്ലാം യൂഷ്വലി അവർ നമ്മൾ ആവറേജ് വേജിനോട് അവർ ഇക്വേറ്റ് ചെയ്യും. പിന്നെ CPI ഇൻഡെക്സ് അനുസരിച്ച് അത് എല്ലാ കൊല്ലവും അവർ കൂട്ടിക്കൊണ്ടിരിക്കും. അതെന്നിട്ട് നമുക്ക് റെഗുലറായിട്ട് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്, വിച്ച് ഇസ് എ ഗിവൺ ബെനിഫിറ്റ്. ഈ KiwiSaver നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? പലതരം ഫണ്ട് മാനേജേഴ്സ് അത് ഹാൻഡിൽ ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പലതരം പ്ലാനുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ KiwiSaver എന്ന് പറയുന്ന കാര്യവും നമ്മുടെ റിട്ടയർമെൻറ്റിലേക്ക് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് 18 വയസ്സ് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 18 വയസ്സിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ 18 വയസ്സ് അത് തന്നെ 18 വയസ്സ് തുടങ്ങാം. എന്നിട്ട് പക്ഷേ KiwiSaverലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ 65 ആയാലേ എടുക്കാൻ പറ്റും. വേറെ അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റും, അതെ ക്ലോസസ് ഉണ്ട്, വീട് മേടിക്കാനും അങ്ങനെയൊക്കെ പിന്നെ പറയാം. പക്ഷേ 65 എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി നമുക്കൊരു ലംസം കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രോവിഡൻറ്റ് ഫണ്ടായിട്ട് സിമിലർ എന്ന് പറയുന്നത്. അപ്പോൾ KiwiSaver ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിന്ധു ചോദിച്ച പോലെ പല രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ
ഈ 65 വയസ്സിലെടുക്കുന്ന പൈസയിൽ എടുക്കാൻ പറ്റുള്ളൂ. അത്രയും നാളത്തേക്ക് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഏതാണ്ട് 20 വയസ്സിലാണ് തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ലൈക്ക് 45 ഇയേഴ്സ് ടു ഇൻവെസ്റ്റ് ഇല്ലേ. അതിന് മുമ്പ് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് അതിനകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ നോക്കണം. അപ്പം നമ്മൾ എൻ്റെ KiwiSaver എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും ഷെയർ മാർക്കറ്റ്സ്, ഷെയർസിലും പിന്നെ പ്രോപ്പർട്ടി, പക്ഷേ ഷെയർ മാർക്കറ്റ് വഴി മേടിക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓഫീസ് ബിൽഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ റോഡ് ബിൽഡിംഗ് കമ്പനീസ്, അങ്ങനെ പല റേഞ്ച് ഉണ്ട്. പിന്നെ ടേം ഡെപ്പോസിറ്റ്സും ബോണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത് വളരെ വെറൈറ്റി ഉള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നമ്മൾ കാണുന്നത് കമ്പനീസിലാണ്. ഇപ്പം നമ്മുടെയൊക്കെ കാലത്ത് ഇപ്പോൾ യൂണിലീവർ, ഇപ്പം നമ്മൾ രണ്ടുപേരും പഠിച്ച കാലത്ത് അവരെ ഇപ്പോഴും യൂണിലീവർ വളരെ വലിയൊരു കമ്പനിയാണ്. അപ്പം ഇതിനകത്ത് ഷെയർസൊക്കെ ഹാസ് കൺസിസ്റ്റൻ്റ്ലി ഗ്രോൺ ഓർ ഗിവൻ ബെനിഫിറ്റ്സ്. ഇപ്പോഴത്തെ ക്രേസസ് ടെക് കമ്പനീസ്, നമുക്കറിയാലോ ഈ കഴിഞ്ഞ കൊല്ലം ദ മാഗ്നിഫിസൻറ്റ് 7 എന്നൊക്കെ ടെക്നോളജി കമ്പനീസ് ഗ്രോത്ത്, അങ്ങനെ പല റേഞ്ച് ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ 10-45 വർഷം നമുക്കുള്ളപ്പോഴത്തേക്ക് യു ക്യാൻ അഫോർഡ് ടു ഇൻവെസ്റ്റ് ഇൻ ടു ഹൈ ഗ്രോത്ത് വേർ ദർ ഇസ് എ റിസ്ക്, high risk as well, പക്ഷേ you can afford to take because you have time ahead of you. അതേസമയം ലെറ്റ്സ് സേ യു ഹാവ് കം ടു ന്യൂസിലൻഡ്, അത് നമ്മൾ ജോലി തുടങ്ങി അതെയോ അല്ലെങ്കിൽ മേ ബി വി ആർ ലൈക്ക് 60 years ആണെന്ന് പറയുള്ളൂ, നമ്മൾ റിട്ടയർ ചെയ്യാൻ ഇനി 5 വർഷം കൂടെ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും സൂക്ഷിക്കണം, ബിക്കോസ് ലോ റിസ്കിൽ അത് തന്നെ. അപ്പോൾ ഷെയർ മാർക്കറ്റ് വളരെ മാറുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരിയും കൂടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ ഓൺലി എ സ്മോളർ പോർഷൻ, കൂടുതലും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പം ദാറ്റ് ടേം മാറ്റേഴ്സ് അവിടെയാണ്. അപ്പോൾ KiwiSaver നമുക്ക് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ചെയ്യാം. കുറച്ച് ഷെയർ മാർക്കറ്റ് എക്സ്പോഷർ മേ ബി 20% or 10%, ബാക്കി കൂടുതലും സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും, ലൈക്ക് ടേം ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ് ഒക്കെ. Or you can put like 80 to 90% into shares with a very small component of safer investments. But what matters is the time you have. So if you're young, you can go for a more high growth, high aggressive, high risk. If you have only less amount of time, go to a safer one. And in between as well. So നമ്മൾ KiwiSaver നമ്മൾ പല വെബ്സൈറ്റിൽ സോർട്ടഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, sorted.org.nz. അത് ന്യൂസിലൻഡ് ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് കമ്മീഷണറിൻ്റെ വെബ്സൈറ്റാണ്. അവരാണത് നോക്കുന്നത്. വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, unbiased ആണ്, because it's a government organization and their objective is നമ്മൾ ന്യൂസിലൻഡേഴ്സിനെ ഫൈനാൻഷ്യലി കേപ്പബിൾ ആക്കുക, നമുക്ക് ഇൻഫർമേഷൻ തരിക, നമ്മളെ കോൺഫിഡൻ്റ് ആക്കുക ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ വളരെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അവരുടെ KiwiSaver ഫണ്ട് കമ്പാരിസൺ ഉണ്ട്, ആൻഡ് ദേ ഗൈഡ് യു ആസ് ടു if these are your goals, this is your age, this is your goal, this is the kind of money you want, നമ്മൾ എങ്ങനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തോരം ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ പല കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും അത് വളരെ സ്മാർട്ട് ഒരു വെബ്സൈറ്റാണ്, പോയി നോക്കാനായിട്ട്. ആൻഡ് ഗവൺമെൻറ് നോക്കുന്നതുകൊണ്ട് ആരും ഒരു കമ്പനി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നില്ല. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആൻഡ് ക്രെഡിബിലിറ്റി അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ വളരെ അൺബയസ്ഡ് ആയിട്ട് ദേ വെരി ക്ലിയർലി ഓൾ ഓഫ് ദം ആർ ട്രീറ്റഡ് ദ സെയിം. അതുകൊണ്ട് അവിടെ നോക്കും. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം a whole range അറിയാൻ പറ്റും, from a very safe KiwiSaver to a very risky, high risk, high growth KiwiSaver. Yes, there are some of them that are good, some of them not so very good, and some of them charge a lot of fees for probably not very average products or very average. അപ്പം ഒന്ന് ഈ സോർട്ടഡ് വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് നോക്കുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്തിനെക്കുറിച്ചാണ്, എന്താണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അവരെന്തോരം ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു അവയർനെസ് ആകുക. പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ജോലിയിലേക്ക് കയറുമ്പം ദി എംപ്ലോയർ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു ഗിവ് യു ദ KiwiSaver ഇൻഫർമേഷൻ. അപ്പം നമ്മളത് ഫോംസ് സൈൻ ചെയ്യും. അപ്പം ന്യൂസിലൻഡിൽ ദ പോളിസി ഈസ് ബൈ ഡിഫോൾട്ട് യു ആർ സൈൻഡ് അപ്പ് ഫോർ KiwiSaver. So you have to opt out of it. നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ദ കമ്പനി വിൽ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അതാണ്. അപ്പോൾ ഡിഫോൾട്ട് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് ഐ തിങ്ക് അറൌണ്ട് 5 or 7 ഫണ്ട് മാനേജേഴ്സ് ആസ് ദ ഡിഫോൾട്ട് പ്രൊവൈഡേഴ്സ്. And you are not making a choice. You will just randomly go into one of them. അപ്പം അതും
ഇറ്റ്സ് നോട്ട് ഐഡിയൽ. ചിലപ്പോൾ നല്ലൊരു ഫണ്ടായിരിക്കാം, ചിലപ്പോൾ ആകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ KiwiSaver ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ബാങ്കിലെ ആപ്പ് എടുത്ത് നോക്കുക, ഏത് KiwiSaverലാണ് ഏത് ഫണ്ടിലാണ് ഞാൻ ഇരിക്കുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അഥവാ ബാങ്കിലല്ലെങ്കിൽ അവർ ഒരു ക്വാർട്ടർലി ചിലപ്പോൾ ഒരു ഇമെയിലൊക്കെ വരുന്നുണ്ടായിരിക്കും. ഒന്ന് വിളിച്ച് ചോദിക്കുക, എന്താണ് ഡീറ്റെയിൽസ് ഒന്ന് അയക്കുമോ. എന്നിട്ട് സോർട്ടഡ് വെബ്സൈറ്റിൽ പോയി നോക്കുക, ഹൗ ഡു ഐ സ്റ്റാക്ക് അപ്പ്, മേ ബി യു ആർ ഇൻ ദ റൈറ്റ് ഫണ്ട് ഫോർ യു ആൻഡ് ദാറ്റ്സ് വെരി, ബട്ട് ബി അവെയർ, അത്രേ ഉള്ളൂ. ബി അവെയർ ദാറ്റ് യു ആർ ഇൻ ദ വൺ ദാറ്റ് ഇസ് മോർ സൂട്ടബിൾ. അങ്ങനെ. സുമി, നമ്മളിപ്പോൾ സൂപ്പർ ആനുവേഷനെ കുറിച്ച് പറഞ്ഞു, KiwiSaverനെ കുറിച്ച് പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ വീടെന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് സിമിക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നു നമ്മൾ കൾച്ചറലി നമ്മുടെ വാല്യൂസ് അനുസരിച്ച് ഒരു ലാൻഡ് ഓൺ ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി സെക്യൂർ, സ്റ്റേബിൾ, ടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് കാണാനുണ്ട് ഇല്ലേ? നമ്മൾ ഈ KiwiSaver ഇതൊക്കെ പറയുന്നാലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ എവിടെയാ എന്താണ്. പിന്നെ ഒരു ഷെയർ മാർക്കറ്റ് ഒരു വോളറ്റിലിറ്റി വരുമ്പോഴത്തേക്ക് ഒരു 60,000 ആയിരുന്നത് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് 40,000 ഉള്ളൂ. അയ്യോ ഇതെന്ത് അങ്ങനെ. അതേസമയം വീടാകുമ്പോഴത്തേക്ക് എന്തൊക്കെ വന്നാലും അവിടെ ഉണ്ടെന്നുള്ള ഒരു ഇത് എനിക്കൊന്ന്. ആൻഡ് ട്രഡീഷണലി നമ്മുടെയൊക്കെ ഫാമിലീസിൽ വി ഓൾ കം ഫ്രം പ്രോബബ്ലി എ വെരി അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥലം മേടിക്കുക, തോട്ടം മേടിക്കുക, അതൊക്കെയായിരുന്നു പ്രയോറിറ്റി. എനിക്കൊന്ന് അതാണ് കൂടുതലും നമ്മൾ കൾച്ചറലി വി ആർ കൈൻഡ് ഓഫ് ട്യൂൺ ടു ഫീൽ സെക്യൂർ ഹാവിങ് എ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്. അതെ, നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയ നാട്ടിൽ വരുന്നു, നമ്മൾ ഇമിഗ്രൻ്റ് ആയിട്ട് വരുന്നു. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഒരു ജോലിയാണ്. ജോലി കണ്ടുപിടിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമുക്കൊരു വീട്, സെക്യൂരിറ്റിയാണ്. ഒരു വീട് വാങ്ങിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ആൾക്കാർ കാണുന്ന ഒരു പ്രവണത, നമ്മുടെ ചുറ്റിനും കാണുന്ന കമ്മ്യൂണിറ്റിയിൽ 5 വീട്, 10 വീട്, 15 വീട് ഇങ്ങനെ പോവുകയാണ്. അതിനെക്കുറിച്ച് അതൊരു വർത്ത് ആയിട്ടുള്ളൊരു ഡിസിഷനാണോ ഇനി ഇപ്പം മുന്നോട്ട്? അഗൈൻ ഓരോരുത്തരുടെയും സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിരിക്കും. ഞാനെപ്പോഴും പറയും, ആദ്യത്തെ വീട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഹൗസ് സെക്യൂരിറ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. അത് ശരിക്കും സ്ട്രൈവിങ് ടുവേർഡ്സ് ഹാവിങ് ഓണിങ് യുവർ ഹൗസിന് വളരെ വാല്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് റെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല എപ്പോഴാണ് ലാൻഡ് ലോഡ് ആ വീട് വിൽക്കാൻ പോകുന്നത്, അതെങ്കിൽ റെൻറ്റ് എങ്ങനെയാണ് കൂട്ടാൻ പോകുന്നത്. നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു ചിലവാണ്, അൺസർട്ടനിറ്റി ഉണ്ട്. അതെ, അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീട് മേടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ഇതുണ്ട്. അത് കൂടാതെ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ഇസ് വൺ തിങ് യു കൺസിഡർ ആസ് വെൽ. പക്ഷേ അഗൈൻ അനദർ ഫാക്ടർ ടു തിങ്ക് അബൌട്ട് ഇസ് ഹൗ മച്ച് യു ആർ ബോറോയിങ് ആസ് വെൽ. അപ്പം നമ്മൾ ലോൺ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 കൊല്ലം ഉണ്ടായ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ആ 2022 വീടുകൾ മേടിച്ചിട്ടുണ്ട്. അന്ന് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിരുന്നു, 2021, 2022. എന്നിട്ട് എല്ലാവരും 1.5 മില്യൺ വീടുകൾ മേടിച്ചു, 1.2 മില്യൺ മോർഗേജായി. എന്നിട്ടോ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂടി വന്നപ്പോഴത്തേക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം ഞാനെപ്പോഴും പറയും, ഓൾവേസ് മേജർ നമ്മൾ സ്വന്തം വീട് മേടിക്കുമ്പോഴും ദാറ്റ് ഡോണ്ട് അലൗ ദ ബോറോയിങ്സ് ടു ചോക്ക് യു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവൽ ബോറോയിങ് വെച്ച് മേടിക്കും. അത് ആദ്യത്തെ വീട് ഇസ് ഓൾവേസ് അത്. രണ്ടാമത്തെ വീട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് മേടിക്കാൻ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. ലോണ് കിട്ടി നമുക്ക് യു ക്യാൻ ബൈ ആൻ ആസെറ്റ് വിച്ച് ഇസ് ഓഫ് മച്ച് ബിഗർ വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് എ ഈസിയർ വേ ടു ഗെറ്റ് ഇൻ ടു ആൻ ആസെറ്റ്. നമ്മളിപ്പം അതേസമയം ആ പൈസ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടുകയാണെങ്കിൽ യെസ് പ്രോബബ്ലി ഇറ്റ് വിൽ ഗ്രോ, പക്ഷേ അതങ്ങനെ കാണാനില്ല. ഇതാണെങ്കിൽ അഗൈൻ ആ ടാഞ്ചിബിലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ബോറോ ചെയ്ത് മേടിക്കാൻ പറ്റും. റിസ്ക് വരുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതുകൂടാതെ വാല്യൂ ഓഫ് ദ ഹൗസ് വെച്ചാൽ ഈ 22 സിറ്റുവേഷൻ നമ്മൾ എനിക്ക് ക്ലയൻസ് ഉണ്ട്, ഇവർ പ്ലാൻ ബേസ് ന്യൂ ഡെവലപ്മെൻറ്റ് വീടൊക്കെ മേടിച്ചു, ഹൈലി വാല്യൂഡ് ആയിരുന്നു. അന്നത്തെ പ്രോപ്പർട്ടി പ്രൈസസ് കൂടി നിൽക്കുകയല്ലേ. എന്നിട്ട് എന്തുവാ ഫുൾ ഇൻട്രസ്റ്റ് ഓൺലി ലോണൊക്കെ എടുത്തു. ഇൻട്രസ്റ്റ് വളരെ കൂടി, റേറ്റ് കൂടിയപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ വാല്യൂവും കുറഞ്ഞു. അപ്പം നൗ ദേ ഹാവ് their loan is more than the value of the house. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ വേഴ്സ് സിറ്റുവേഷൻ വരാൻ പറ്റും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരെ just be careful about that fine balance of having how much you borrow, how much returns you are going to get from a rental perspective. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നോക്കുന്നത്.
capital gains, New Zealand has had a very good run the last 25 years. വളരെ property gains. പക്ഷെ going forward with how we are going, how the world is going, how the interest rates have been, the uncertainty അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് എന്തോരം ക്യാപിറ്റൽ ഗെയിൻസ് അതേപോലെ തന്നെ ഭാവിയിലേക്ക് ഉണ്ടാവുമോയെന്ന് പ്രോപ്പർട്ടി ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഇച്ചിരി സംശയം പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ കരുതണം. ഇപ്പം ലെറ്റ്സ് സേ ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു 4% ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ 2% ആണെന്ന് വെച്ചോ. അപ്പം നെറ്റ് എഫക്റ്റ് നമുക്ക് ചിലപ്പോൾ 2% ആയിരിക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 5% ഇൻട്രസ്റ്റ് കൊടുത്ത് ബോറോ ചെയ്ത് കൊടുത്ത് നമ്മൾ ഫുൾ ഒരു ലൈഫ് ടൈം ഓഫ് ദാറ്റ് ഹോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് you may not have made much money because your cost of interest is high. Rental yield നോക്കണം depending upon where you are. And if your capital gains hasn't been very good, you may have been better off putting it into more diversified investment instead of the... അപ്പോൾ it is actually just എപ്പോഴും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് talk to someone who's probably technically working these things out. Do an assessment, do a scenario planning. എന്നിട്ട് പറയും ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്, അല്ലെങ്കിൽ റെൻറ്റ് ഇല്ലാണ്ട് വരുവാണെങ്കിൽ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും, അങ്ങനെ ജസ്റ്റ് വർക്ക് ഔട്ട് ഡിഫറെൻറ്റ് സിനാരിയോസ് ആൻഡ് ലോങ് ടേം what the outcome will be എന്നൊന്ന് നോക്കുക, എന്നിട്ട് make a decision. So sometimes it will work out really well for you. Don't ഞാൻ like I have investment properties അങ്ങനെ മോശമെന്നല്ല പറയുന്നത്. It is always പക്ഷേ make a very എന്താ പറയുക calculated decision. Like, you know, make sure you know what you're entering into, make sure what the worst situation can be, and if it all works out, you're prepared for it. അങ്ങനെ വെച്ചിട്ട് നോക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചു സുമി വീടെന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞൊരു 25 years ബാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലൻഡിലെ സിറ്റുവേഷനിൽ ക്യാപിറ്റൽ ഗെയിൻ കൂടി തന്നെ നിന്നൊരു ട്രെൻഡാണ് കാണുന്നത്. കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു എന്ന് സുമി ഒബ്സർവ് ചെയ്തതിൽ നിന്നും എന്താ തോന്നിയിട്ടുള്ളത്? അതെ, കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു വോളറ്റൈൽ സിറ്റുവേഷൻ ആയിരുന്നു പ്രോപ്പർട്ടി മാർക്കറ്റിലും. ഇല്ലേ, നമുക്ക് ആ കോവിഡ് അടിച്ച സമയം, ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടുന്ന സമയം, പ്രോപ്പർട്ടി 21-22 കഴിഞ്ഞിട്ടാണല്ലോ വാല്യൂസ് അങ്ങനെ. കോവിഡിന് ശേഷം അത് തന്നെ ആ കോമ്പിനേഷൻ ഓഫ് ഹൈ ഇൻഫ്ലേഷൻ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻഡ് ഇക്കോണമി വൈസ് നമുക്ക് ന്യൂസിലൻഡിൽ വി വർ ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആസ് വെൽ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പ്രോപ്പർട്ടി വാല്യൂസ് കുറഞ്ഞു കഴിഞ്ഞ് ക്യാപിറ്റൽ ഗെയിൻസ് അധികം കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഒരു കാലം. അതാണ് ഞാൻ ആദ്യം സിന്ധു നമ്മൾ സംസാരിച്ചു നമ്മൾ കഴിഞ്ഞ 20 കൊല്ലം നല്ല റിട്ടേൺ ആയിരുന്നു. ഗോയിങ് ഫോർവേഡ് ഇറ്റ് മേ നോട്ട് ബി വാട്ട് വി സോ എത്ര നാൾ. ഇപ്പം ഞാൻ ഇന്നലെ ഞാനൊരു ക്ലയൻറ്റിന് പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടപ്പോഴത്തേക്ക് RBNZൻ്റെ ഒരു ഡേറ്റ ഉണ്ട്, അവർ റിലീസ് ചെയ്യും ഓൺ റെസിഡൻഷ്യൽ ഹൗസ് പ്രൈസസ്. അപ്പോൾ ഐ ഡിഡ് ലൈക്ക് per annum return on 34 years of data, actually 34.5 years of data. And the average returns from residential property was around 5.67% year on year. And this is നമ്മൾ ഇൻഫ്ലേഷന് മുമ്പാണ് നമ്മൾ അവർ ആവറേജ് നമ്മൾ ഇപ്പം ഇൻഫ്ലേഷൻ 2.5 ആണെന്ന് വെച്ചോളൂ. അങ്ങനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ എത്രയുണ്ട്, അറൗണ്ട് 3.2% ആണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിട്ടുള്ളത്. അതായിരിക്കാം ചിലപ്പം ഭാവിയിലേക്ക് കാണാൻ പോകുന്നത്. സോ ഇത്രയും നാളും വേറൊരു ഫാക്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ നമ്മൾ ഓസ്ട്രേലിയ, UK, US, എവിടെ നമ്മുടെ നാട്ടിലും ഉണ്ടെന്നു ടാക്സ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. ന്യൂസിലൻഡിൽ ഇല്ലായിരുന്നു. ന്യൂസിലൻഡിൽ ഇല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണോ? ന്യൂസിലൻഡ്, സിംഗപ്പൂരിലില്ല, പിന്നെ ഐ തിങ്ക് ഇറ്റ് ഇസ് കനറി ഐലൻഡ്സ് ആൻഡ് ബെലീസ്. അങ്ങനെ ബെലീസ് ആൻഡ് വേറെ ഏതോ ഒരു ഐലൻഡ് ഉണ്ട് ടാക്സ് ഹേവൻ. ഈ 5 രാജ്യങ്ങളിലേ ഉള്ളൂ ക്യാപിറ്റൽ ഗെയിൻസ് ഇല്ലാത്ത പ്രോപ്പർട്ടികൾ. ബാക്കി ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത് നമുക്കൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് കൂടുതൽ കാശ് കൊടുക്കുന്ന വെച്ചാൽ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും നമ്മൾ അതിനൊന്നും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അത് ഗോയിങ് ഫോർവേഡ് ഇപ്പം നമുക്കറിയാലോ നാഷണൽ ഗവൺമെൻറ് നമ്മൾ ഡെഫിസിറ്റ് എങ്ങനെയാണ് തീർക്കാൻ നോക്കുന്നതെന്നുള്ള. വൺ വേ ഗവൺമെൻറ്റ്സ് ലുക്ക് അറ്റ് ചേഞ്ചിങ് ദ ഗവൺമെൻറ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇസ് ബൈ collecting ടാക്സ് ആണെങ്കിൽ
ക്യാപിറ്റൽ ഗെയിൻസ് വരാനുള്ള ഒരു സാധ്യത ഭാവിയിലുണ്ടാകും. അപ്പോൾ ഈ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ഒരു അട്രാക്റ്റീവ് പ്രൊപ്പോസിഷൻ ആയിരിക്കില്ല എന്നാണ് തോന്നുന്നില്ല. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഈ പല കാര്യങ്ങളും ഒന്ന് കരുതി വെക്കുക. ഉണ്ടാവുകയാണെങ്കിൽ വിൽ ഇറ്റ് ബി ആൻ അപ്പീലിംഗ് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് റിട്ടേൺസ് സഫീഷ്യൻ്റ് ആകുമോ ഇല്ലയോ എന്ന് നോക്കണം. പിന്നെ ഒരു കാര്യമുള്ളത് ഡിവേഴ്സിഫിക്കേഷനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ പ്രോപ്പർട്ടി മാത്രം മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പം നമ്മൾ ഓൺ ചെയ്യുന്ന എല്ലാ സാധനത്തിലും ഇമ്പാക്റ്റ് ആകും. അതും അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ പലതരം ഡിവേഴ്സിഫൈ ചെയ്യുന്നത് സംടൈംസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ആണെങ്കിലും ഇറ്റ് ഇസ് വൺസ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാം. അങ്ങനെയൊക്കെ കരുതുക. നാട്ടിൽ പൊതുവേ പറയും വില്ലുണ്ടായ ഉടനെ മരിക്കും. ആ ഒരു മിത്ത് നമ്മൾ ഡീബങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ. അതെ, അത് വളരെ നന്നായി എന്നോട് സിന്ധു ചോദിച്ചത്. ഞാൻ ഭയങ്കര ഒരു പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കിത് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ മാത്രമല്ല കേട്ടോ, ഞാനിത് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോലെ തന്നെയാണ് ചൈനയിൽ നിന്നുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ. അതെ, അപ്പം ഞങ്ങൾ ചിരിക്കുന്നു, നമ്മൾ മാത്രമല്ല അവിടെ ഇതാണ് വിശ്വാസം.